ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ നല്ലൊരു കോഴിച്ചാത്തനാണ്. പല അവന്മാരുടെയും വട്ടപ്പേരാണ് കോഴി എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു കോഴിച്ചാത്തന ഉണ്ടാക്കി വെക്കാം. അടിപൊളിയായിട്ട് നമുക്കൊരു കോഴിച്ചാത്തന ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് നല്ലൊരു സമചതുരത്തിലൊരു പേപ്പർ എടുക്കുക. ഈ സമചതുരത്തിലെ പേപ്പർ നമ്മൾ ആദ്യം നടുകൊണ്ട് മടക്കുക. ഇത് മടക്കി കഴിഞ്ഞിട്ട് വീണ്ടും നിവർത്തിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റേക്ക് വീണ്ടും മടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കോർണറിൽ നിന്ന് വേണം വീണ്ടും മടക്കാൻ. ഈ കോർണറിൽ നിന്ന് കറക്റ്റ് നമ്മൾ കുറച്ചത്തെ മടക്കില്ല, സെൻറ്ററിലത്തെ ലൈന് അതിലേക്ക് വീണ്ടും മടക്കുക. കറക്റ്റായിട്ട് അറഞ്ചം 4 സൈഡിൽ മടക്കി കൊടുക്കുക. ഇത് കുറേ മടക്കാൻ കേട്ടോ. അത് ഇവിടുന്ന് 4 സൈഡും കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഇതിന് മടക്കി വരുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പിൽ നിന്ന് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ. കണ്ടില്ലേ, എല്ലാ സൈഡും മടക്കി വരുമ്പോൾ കുറേ വരകളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഇതിന് മിഡിൽ നോക്കിയിട്ട് സെൻറ്ററിൽ നോക്കിയിട്ട് പിടിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കത്. അത് ഉള്ളിലേക്ക് മടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമല്ല. കാരണം വെച്ചാൽ പേപ്പർ ഒന്ന് വഴഞ്ഞ് വരാണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഒന്നിങ്ങനെ വരട്ടി കൊടുക്കുക, മടക്കി കൊടുക്കുക. ഇത് വീണ്ടും ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ മടക്കുക. 2-3 പ്രാവശ്യം ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ട് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ പേപ്പറിട്ട് കിട്ടും. കണ്ടില്ലേ, സിമ്പിളായിട്ട് വളച്ചെടുക്കാം. ഏത് വളയാത്ത സാധനം നമ്മൾ വളച്ചെടുക്കും. അതേപോലെ ഏത് മടങ്ങാത്ത പേപ്പർ മടക്കിയെടുക്കാൻ ഉള്ളിലേക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം മടക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പഴയൊരു കുന്തത്തിന് മൊന പോലെ ഈ പേപ്പർ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീണ്ടും എല്ലാ സൈഡൊക്കെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക. വീണ്ടും എല്ലാ സൈഡുകളൊക്കെ 4 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും മടക്കുക. ജസ്റ്റ് ഒന്ന് പേപ്പർ ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മടക്കണത്. ആ മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വരണ ഒരു പേപ്പർ ഉണ്ട്, അത് നേരെ ഓപ്പോസിറ്റ് നിവർത്തുക. ഈ നിവർത്തി കഴിയുമ്പോൾ കറക്റ്റ് മുകളിൽ പൊന്തി വരണ പേപ്പർ ഉണ്ട്, അത് ഉള്ളിലേക്കായിട്ട് മടക്കണം. ഇത് ഉള്ളിലേക്കായിട്ട് മടക്കണം എന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തിന് അവിടെ കറക്റ്റ് സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഉള്ളിലോട്ട് പോകും. ഇപ്പോൾ നമുക്കൊരു പഴയൊരു പായ്ക്കപ്പലിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ഈ പായ്ക്കപ്പലിൻ്റെ ഷേപ്പിലെടുത്തിട്ട് അതിന് വീണ്ടും മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ത്രികോണം മൊത്തം സാധനം ഉണ്ടല്ലോ, അത് വീണ്ടും 2 സൈഡിലോട്ട് മടക്കണം. കറക്റ്റ് എഡ്ജിൽ നിന്ന് കറക്റ്റ് ആ സൈഡിലോട്ട് മടക്കുക. 2 സൈഡും മടക്കുക. മടക്കൽ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ, കുറേ ഉണ്ട് ഇഞ്ഞ് മടക്കാൻ. ഇത് മടക്കി കഴിഞ്ഞാൽ വീണ്ടും അതിന് ത്രികോണം പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. ഈ സെൻറ്റർ കിട്ടാൻ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒടിച്ച് വയ്ക്കുക. ലെഫ്റ്റിക്ക് റൈറ്റിക്ക് എവിടെയൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മടക്കി വയ്ക്കുക. ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യുക. 2 സൈഡും അതേപോലെ തന്നെ മടക്കി വയ്ക്കുക. ഇത് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരത്തെ മറ്റേ സാധനത്തിന് തല ഇങ്ങോട്ടാണോ വെച്ചത് അതേ സൈഡിലേക്ക് തന്നെ ഈ സാധനവും മടക്കി വയ്ക്കുക. നമ്മൾ ഇങ്ങോട്ടല്ല വെച്ച് അപ്പുറത്തേക്ക്. അപ്പോൾ അതേപോലെ ഈ സാധനം മടക്കിയിട്ട് അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിൽക്കണ കുന്തമൊത്ത സാധനമല്ലേ, അത് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് മടക്കണം. സാധനം വീണ്ടും മടക്കുക. ഇത് മാത്രം പോരാ, അതിൻ്റെ ബാക്കിലിരിക്കണ ആ സാധനം കൂടി മടക്കുക. ഈ 2 പേപ്പറും ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കുക. കറക്റ്റായിട്ട് മടക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മടക്കിയ പേപ്പർ ആദ്യം മടക്കി കഴിഞ്ഞാൽ പേപ്പർ കറക്റ്റ് വാല് പോലെ കിടക്കണം താഴെ. ഈ വാലാണ് നമ്മുടെ ചിക്കൻ്റെ കാല്. നമുക്ക് എല്ലാവർക്കും ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ്റെ കാലും വന്ന് പിടയ്ക്കാം. ഈ സാധനമാണ് ചിക്കൻ്റെ കാലായിട്ട് വരണത്. അതിങ്ങനെ താഴത്തേക്ക് മടക്കുക. ചിക്കൻ്റെ കാല് മടക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മറ്റേ ഇത് വേണം, പാതകം. അത് മടക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് മടക്കുക. അതിൻ്റെ ഓപ്പോസിറ്റേക്ക് മടക്കുക. ഈ ഓപ്പോസിറ്റ് മടക്കിയിട്ട് അത് നിവർത്തിയിട്ട് ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാൽപ്പത്തി പോലെ കിട്ടും. ഇതേപോലെ തന്നെ മറ്റൊന്നും ചെയ്യുക. 2 സൈഡ് മടക്കിയിട്ട് നിവർത്തിയിട്ട് ഉള്ളിലേക്ക് മടക്കുക. ചിക്കൻ്റെ കാലായി. അപ്പോൾ നമുക്ക് കിട്ടി 2 ചിക്കൻ്റെ കാലായിട്ടുണ്ട്. ചിക്കൻ്റെ 2 കാലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുകൂടെ വേണ്ടത് വെച്ചാൽ വാലുണ്ടാക്കണം. വാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പൊന്തിക്കണം ഭാഗം എടുത്ത് ഉള്ളിലേക്ക് മടക്കുക. കറക്റ്റ് ഇടം എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് മടക്കുക. ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ആ മടക്കി കഷ്ണം ഭാഗം വീണ്ടും താഴത്തേക്ക് മടക്കുക. 2 സൈഡ് മടക്കുക. ഇങ്ങോട്ടന്നല്ല, അത് മുകളിലേക്ക് മടക്കുക. നമുക്കിനി മുകളിലേക്ക് മടക്കി പോകണം. മുകളിലേക്ക് മടക്കി വെക്കുക. അതേപോലെ തന്നെ മുകളിലേക്കല്ല, അതുകൊണ്ട് താഴത്തേക്ക് തന്നെ മടക്കണ്ട്.
മുകളിലേക്ക് മടക്കി ശരിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും താഴത്തേക്ക് തന്നെ മടക്കാം. മുകളിലേക്കല്ല കേട്ടോ, അപ്പോൾ താഴത്തേക്ക് തന്നെ ആദ്യം മടക്കാം. നമ്മൾ ആദ്യം മടക്കിയത് ശരി, തെറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ സൈഡിലേക്ക് മടക്കുക, താഴത്തേക്ക് തന്നെ മടക്കുക. ഈ താഴത്തേക്ക് മടക്കിയിട്ട് അത് നിവർത്തിയിട്ട് ഈ സാധനം ഒടിച്ചു കൊടുക്കുക. നിവർത്തിയിട്ട് സാധനം ഒടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് താഴത്തേക്ക് പോകും. കണ്ട, അപ്പോൾ കോഴിയുടെ വാലായി. ഇനി നമുക്ക് കോഴിയുടെ ചങ്ക്, കോഴിയുടെ കഴുത്ത് ഉണ്ടാക്കണം. കഴുത്ത് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വീണ്ടും ഉള്ളിലേക്ക് മടക്കുക. ഉള്ളിലേക്ക് മടക്കണ്ട, കോഴിയുടെ കഴുത്തായി. ഇനി ആ പൊന്തിക്കണ ഭാഗം രണ്ട് സൈഡിലേക്ക് മടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, പറഞ്ഞോണ്ട് മടക്കുക. അത് കഴിഞ്ഞിട്ട് നിവർത്തിയിട്ട് വീണ്ടും അത് ഉള്ളിലേക്ക് മടക്കുക. അപ്പോൾ ഏകദേശം കോഴിയുടെ ഒരു മോന്തായം പോലെ സാധനമായി. അത് കഴിഞ്ഞിട്ട് കോഴിയുടെ തലയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് മടക്കിയ കഷ്ണം വീണ്ടും ലെഫ്റ്റേക്കും റൈറ്റേക്കും മടക്കുക. ഇത് മടക്കിയിട്ട് വീണ്ടും നിവർത്തുക, വീണ്ടും ഉള്ളിലേക്ക് മടക്കുക. ഉള്ളിലേക്ക് മടക്കുമ്പോൾ കാണാം, ഉണ്ടാ കറക്റ്റായിട്ട് ആ സാധനം കൊക്ക് പോലെ വന്ന് നിന്നു. ഇതാണ് കോഴിയുടെ തല. ഓക്കെ, അപ്പോൾ അത്ര സിമ്പിൾ പരിപാടിയാണ് കോഴിനെ ഉണ്ടാക്കിയത്. കുറച്ച് മടക്കാണ്ടെന്ന് മാത്രം, കുറച്ചധികം മടക്കാണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.